ക്യാമ്പസിൽ തന്നെ പഠിക്കുന്ന മലയാള ടി വി പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട പരിചിതരായ ചില താരങ്ങളുണ്ട്. അവർ നമ്മുടെ ഈ ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നു. ആദ്യമായി പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ ദിവസവും നിങ്ങളുടെ വീട്ടിൽ വരുന്ന ഗുഡ് ഈവനിങ് പരിപാടി അവതരിപ്പിക്കുന്ന നമ്മളുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിനെ, ഒരു കൂട്ടുകാരിയാണ്. എറണാകുളം സെൻറ് തെരേസാസ് കോളേജിൽ പഠിക്കുന്ന ടെസയെ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാ വൈകുന്നേരങ്ങളിലും പുഞ്ചിരിയുമായി കടന്നു വരുന്നത് പോലെ തന്നെ ആ പുഞ്ചിരി വീട്ടിൽ വെച്ച് വരാതെ അതേ പുഞ്ചിരിയുമായി തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ട ടെസ. ഓക്കെ, താങ്ക് യു. എറണാകുളത്ത് മഹാത്മാഗാന്ധി സ്കൂളിൽ പഠിക്കുന്ന രമ്യ നമ്പീശൻ. ഇനി നമുക്ക് ഒരാളെ കൂടി പരിചയപ്പെടുത്തേണ്ടതുണ്ട്. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തുന്നതിന് മുൻപ് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. അദ്ദേഹം ഈ പരിസരത്ത് എത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്കറിയാം, ഏത് സമയത്തും എവിടെയും ഏത് വേഷത്തിലും കാണാവുന്ന നമ്മുടെ പ്രിയപ്പെട്ട ക്യാമ്പസിൽ പഠിക്കുന്ന ഒരു പ്രിയപ്പെട്ട സുഹൃത്താണ്. അദ്ദേഹത്തിന് കോളേജിനുള്ളിലും കോളേജിന് പുറത്തും ടി വി പ്രേക്ഷകർക്ക് ഉള്ളിലും ഒക്കെ തന്നെ അദ്ദേഹത്തെ എല്ലാവരും ഒരു സംശയത്തോടു കൂടിയാണ് കാണുന്നത്. കാരണം ഏത് സമയത്ത് എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ആരാണതെന്ന് ചോദിച്ചാൽ മിസ്റ്റർ സാബു, തരിക്കിട സാബു. ഹലോ ടെസ. ഗുഡ് ഈവനിങ്. എൻ്റെ അമ്മോ, അതൊരു പേടിക്കണ്ട. ഹലോ എന്ന് പറഞ്ഞാൽ ഞാൻ ഗുഡ് ഈവനിങ് പറയും. അത് ടെസയുടെ ഒരു വീക്ക്നെസ് ആണ്. അതെ. ഇതൊന്നു മാത്രമല്ല, വേറെ ചില വീക്ക്നെസ്സുകളും ഉണ്ട്. അതെന്താണെന്ന് ചോദിക്കരുത്. അത് GK കൃത്യമായിട്ട് അറിയാം. ഞാൻ തേർഡ് ഇയർ BA സോഷ്യോളജിക്ക് പഠിക്കുകയാണ് സെൻറ് തെരേസാസ് കോളേജിൽ. നിങ്ങൾക്ക് എല്ലാം സെൻറ് തെരേസാസ് കോളേജ് പരിചയമുണ്ടല്ലോ അല്ലേ? ഒരുപാട് താരങ്ങളുള്ള കോളേജാണ്. അതിലെ ഒരു ചിന്ന വ്യക്തിയാണ് ഞാനും. പിന്നെ നിങ്ങൾ കണ്ടു കാണും, ഹലോ ഗുഡ് ഈവനിങ് എന്നുള്ള പരിപാടിയാണ് ഞാൻ ചെയ്യുന്നത്, ഒരു ലൈവ് പ്രോഗ്രാം. എൻ്റെ ക്ലാസ്സിലുള്ള ഫ്രണ്ട്സ് ആരും ടെസ്സ അതേ ഹലോ ഗുഡ് ഈവനിങ് കൈരളി ചെയ്യുന്നു, അതുകൊണ്ടൊരു ഇത് വലിയ ആൾ അങ്ങനെയൊന്നും ആരും വെച്ചിട്ടില്ല. ഇപ്പോഴും ടെസ്സ എറണാകുളം സെൻറ് തെരേസാസ് ആയതുകൊണ്ടാണോ? സെൻറ് തെരേസാസ് ആയതുകൊണ്ടല്ല, വേറെ കോളേജിൽ ചെന്നാൽ ചിലപ്പോൾ അതേ ഹലോ ഗുഡ് ഈവനിങ് കുട്ടി എന്ന് പറയുമായിരിക്കും. ഇപ്പം ഞങ്ങളുടെ കോളേജിൽ തന്നെയാണെങ്കിലും സെക്കൻഡ് ഇയേഴ്സും ഫൈനൽ ഇയേഴ്സും സാധാരണ ടെസ്സയോട് സംസാരിക്കുന്ന പോലെ വന്ന് സംസാരിക്കും. അല്ലാതെ ഹലോ ഗുഡ് ഈവനിങ് കൈരളി ചെയ്യുന്ന ടെസ്സ ആ ഒരു രീതിയിൽ ആരും സമീപിക്കാറില്ല. പക്ഷേ ഫസ്റ്റ് ഇയേഴ്സ് വരുമ്പോൾ, ഡിഗ്രി ഫസ്റ്റ് ഇയേഴ്സ് വരുമ്പോൾ മാറുന്നതേ ഹലോ ഗുഡ് ഈവനിങ് പഠിക്കുന്ന ഹലോ ഗുഡ് ഈവനിങ്ങിൽ ചെയ്യുന്ന ടെസ്സയാണല്ലോ എന്നൊക്കെ പറയും. പക്ഷേ അതൊരു ഗ്രാജുവലി ഒരു 3-4 മാസം വരെയൊക്കെ നിൽക്കും. അത് കഴിഞ്ഞ് എന്നോട് വന്ന് സംസാരിച്ചൊക്കെ കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അങ്ങ് പോകും. അതെ, സ്ക്രീനിൽ കാണുമ്പോൾ മാത്രമുള്ള ഒരു ഇത് കാണുള്ളൂ. പിന്നെ അവരുടെ ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ പറയുന്നതായിട്ട് ഞാൻ അറിയുന്നുണ്ട്. ടെസ്സ എൻ്റെ കോളേജിൽ പഠിക്കുന്നതാണ്, എൻ്റെ ഫ്രണ്ടാണ് എന്ന് പറയുന്ന കേട്ട് കണ്ടു. പക്ഷേ ഫ്രണ്ട്സ് ആയിട്ട് എന്നോട് സമീപിക്കുമ്പോൾ വളരെ ഒരു ഫ്രണ്ട്ലി മാനറിൽ തന്നെയാണ് എന്നോട്. ഞാൻ എൻ്റെ സ്കൂളിലും അങ്ങനെയൊന്നുമില്ല, എല്ലാം സാധാരണ സംസാരിക്കുന്ന പോലെയാണ് എല്ലാവരും സംസാരിക്കുന്നത്. പിന്നെ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടാവും, ഇത് ആ ചേച്ചിയല്ലേ ഹലോ ഗുഡ് ഈവനിങ് അങ്ങനെയൊക്കെ പറയാം, അത്രേ ഉള്ളൂ. പ്ലസ് ടുവിലെ ചേട്ടന്മാരും വല്ലതും പ്രേമാഭ്യർത്ഥനയായിട്ട് വരാറുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. ഞാൻ ആ ടൈപ്പ് അല്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, ആ ടൈപ്പ് അല്ലെന്നോ അതോ ആപ്ലിക്കേഷൻസ് കിട്ടുന്നില്ലെന്നോ തന്നെക്കാൾ നല്ല കുട്ടികൾ ക്യാമ്പസ് വേറെ ഉണ്ടോ? എക്സ്ക്യൂസ് മീ, ഒരു ആപ്ലിക്കേഷൻ താരങ്ങൾ നമ്മൾ തന്നെ ആകുകയല്ല, മറ്റുള്ളവർ നമ്മളെ താരമാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ അവതരിപ്പിക്കുന്ന പരിപാടിയിൽ ഞങ്ങൾ 4 പേരും അവതരിപ്പിക്കുന്നതിൽ ഞങ്ങൾ പുറത്തൂടെ നടക്കുമ്പോൾ ഞാനിതാ ഹലോ ഗുഡ് ഈവനിങ് അവതരിപ്പിക്കുന്നു, തരികിട അവതരിപ്പിക്കുന്ന ഒരാൾ എന്നൊരു ഗർവോടെ അല്ല ഞങ്ങൾ പുറത്ത് ഇറങ്ങി നടക്കാറ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇതിനെപ്പറ്റി ഓർക്കുക പോലും ഇല്ല, ഇങ്ങനെ കൈരളിയിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളൊരു കാര്യം ഓർക്കുക പോലും ഇല്ല. പക്ഷേ നമ്മൾ റോഡിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ ആൾക്കാർ ഇതേ അത് കണ്ടോ, ആ കുട്ടിയെ കണ്ടോ എന്ന് പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ കണ്ട് പരിചയമുള്ളതായിട്ടാണ് ഇവർ സംസാരിക്കുന്നത് നോക്കുന്നത്. അല്ലാതെ ഞാൻ എപ്പോഴും ഇങ്ങനെ ഹലോ ഗുഡ് ഈവനിങ്ങിന്റെ ഈ മുൾക്കിരീടം സ്വർണ്ണ കിരീടം വെച്ചോണ്ടല്ല നടക്കുന്നത്. ചേച്ചിനെ വഴിയിൽ വെച്ച് ആൾക്കാർ കണ്ടിട്ട് ചേച്ചി ഇത് ഹലോ ഗുഡ് ഈവനിങ് പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ആളാന്ന് പറയുന്നത്, ചേച്ചി അവരെ നോക്കി ചിരിക്കാവോ? തീർച്ചയായിട്ടും ഞാൻ ചിരിക്കും. തീർച്ചയായിട്ടും ഈ ചിരിയിൽ തന്നെയല്ലേ എൻ്റെ ഇതിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി. ആദ്യം തന്നെ ഗോവിന്ദകുട്ടി പറഞ്ഞു ചിരിച്ചുകൊണ്ട് തന്നെയാണ് ആള് വരുന്നതെന്ന്. കഴിഞ്ഞ എപ്പിസോഡിൽ ഗോവിന്ദകുട്ടി വെച്ച് പറയാ, ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെയായിരുന്നു മഞ്ജു വാര്യർ പഠിച്ചത്. അവരൊരു ദിവസം ഞങ്ങൾ സ്കൂളിൽ വന്നപ്പോൾ
ഭയങ്കര ഗമയോടെയായിരുന്നു വന്നത്. ഒരു എന്താ പറയുക, ഞങ്ങൾ ഓട്ടോഗ്രാഫ് ഇപ്പോൾ ഒരു സ്റ്റാർ ആണ്, അതുകൊണ്ട് നമ്മൾ എന്തായാലും ഓട്ടോഗ്രാഫ് വാങ്ങിക്കും. അത് വാങ്ങിക്കുമ്പം ഒരു ഭയങ്കര ഗമയോടെ എന്തോ ഒരു ചിരിയില്ലാണ്ട് അങ്ങനെയായിരുന്നു. കുട്ടിയുടെ പേരെന്താണ്? സ്വപ്ന. സ്വപ്ന, ഞാനൊരു കാര്യം പറയട്ടെ. ഈ ഫിലിം സ്റ്റാർസിനൊക്കെ നിങ്ങൾക്ക് അറിയോ എത്ര ഓട്ടോഗ്രാഫ് കൊടുക്കേണ്ടി വരും ഒരാൾക്ക്? ഇപ്പം ഞാൻ പറയാം, ഞാൻ ഒരാളെ നോക്കി ചിരിച്ചു കുറച്ച് കഴിയുമ്പോൾ ഞാനും മനുഷ്യരല്ലേ. ഇപ്പം എനിക്ക് മഞ്ജു വാര്യൻ്റെ അത്രയും പോപ്പുലാരിറ്റി ഒന്നുമില്ല തീർച്ചയായിട്ടും, പക്ഷെ മഞ്ജു വാര്യരെ പോലുള്ള ഒരാൾക്ക് എന്തോരം ചിരിച്ചാൽ എന്തോരം ഓട്ടോഗ്രാഫ് കൊടുത്താൽ മനുഷ്യരല്ലേ. നമ്മൾ ഒരു പരിപാടി തന്നെ കുറേ നേരം ചെയ്യുമ്പോൾ മടുക്കില്ലേ? സ്വപ്നെ തന്നെ കുറേ പ്രാവശ്യം സ്വപ്ന ഒരു ഫിലിം ആക്ട്രസ് ആയി എന്ന് വിചാരിച്ചു. സ്വപ്ന ഒരു എത്ര പ്രാവശ്യം മാത്രമല്ല ഒരു ആണിനെ നോക്കി സ്വപ്ന ചിരിക്കോ? ഒരു 10 ആമ്പിളാരൊന്നും എല്ലാവരും ഇങ്ങനെ ചിരിച്ചു കാണിച്ചാൽ. ടെസ, ഇപ്പോൾ നമ്മുടെ മലയാള TV പ്രേക്ഷകർ നമ്മൾ നോക്കിയാൽ, ഞാൻ മുമ്പൊക്കെ സൂചിപ്പിച്ചതാണ്, TV പ്രേക്ഷകരിൽ ഒരു 80% അവതാരകരും അവരൊക്കെ തന്നെ ക്യാമ്പസിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. ഇതിൻ്റെ കാരണം എന്താണ്? എനിക്ക് തോന്നുന്നു കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് യൂത്തിനാണ് ഉള്ളതെന്ന് തോന്നുന്നു. ഐ ഒബ്ജക്റ്റ് യുവർ ഓണർ. ടെസ്സ ഒന്ന് എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചോളൂ, ഒരു അപേക്ഷ. എന്താ കാര്യം? എന്താ? അതെ, ടെസ്സ ഇതുവരെ ഗുഡ് ഈവനിങ് കാണുമ്പോഴൊക്കെ ടെസ്സ ഇരിക്കുകയായിരുന്നു. അല്ല, ടെസ്സയുടെ കാലിന് കുഴപ്പമല്ലോ ഉണ്ടോ അതോ നോർമൽ ആണോ എന്ന് അല്ല, സമാധാനമായി. ഒരു മിനിറ്റ്. ടെസ എഴുന്നേറ്റ് നിൽക്കും, അത് കുഴപ്പമില്ല. ടെസ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കും. പക്ഷേ ഇതൊരു പെണ്ണ് കാണൽ ചടങ്ങായി സുഹൃത്ത് കാണും. അല്ലല്ല, പെണ്ണ് കാണൽ ചടങ്ങല്ല. ടെസ സംസാരിച്ചു തുടങ്ങിക്കോളൂ. ഒന്നാമത്തെ കാര്യം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ചാനൽസ് ഒക്കെ വന്നു തുടങ്ങിയിട്ട് ഒരു 8-10 കൊല്ലമല്ലേ ആയിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ആൾക്കാർ അറിഞ്ഞു വരുന്നേ ഉള്ളെന്ന് തോന്നുന്നു. ഈ ചാനൽസ് ഒക്കെ വന്നു എന്നുള്ള കാര്യം. അതെ, ചാനൽസ് ഒക്കെ വന്നു എന്നുള്ള കാര്യം. അപ്പം മാത്രമല്ല കൂടുതൽ ഐഡിയാസും കോളേജസിലൊക്കെ ആണെങ്കിലും ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ കോളേജ് സെൻറ്റ് ട്രീസാസിലാണെങ്കിലും ഞങ്ങൾ വളരെയേറെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള സംഗതികൾക്ക്. അപ്പം ഈ യൂത്തിനെയാണ് തോന്നുന്നു കൂടുതൽ സപ്പോർട്ടും, മാത്രമല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് യൂത്തിനാണെന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞ് കുറച്ച് പ്രായം ചെന്ന അവതാരകർ നമുക്കുണ്ട്, അവർക്ക് നല്ല ഐഡിയാസ് ആണ്. അതാരെയാണ്? സാബുനെയാണോ ഉദ്ദേശിച്ചത്? ഞാൻ ഗോവിന്ദകുട്ടിയാണ് ഉദ്ദേശിച്ചത്. പറയൂ. അങ്ങനെയുള്ള ഒരു ഐഡിയാസ് ഒക്കെ ഇവർക്ക് വരും. മാത്രമല്ല കുറച്ച് വയസ്സായവരെ കാണുന്നതിൽ നല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് യുവത്വങ്ങളെയൊക്കെ അല്ലേ ഇഷ്ടം? അല്ലേ? അല്ല ടെസ, ഒരു കാര്യം ഓർത്തോളൂ, പഴുത്തില വീഴുമ്പോൾ പച്ചില ചിരിക്കും. അതേ ഗോവിന്ദൻകുട്ടി, മനസ്സിലാക്കിക്കോ. ഈ ഫീൽഡിലേക്ക് കടന്നത് ക്യാമ്പസിൽ സെയിൻറ്റ് ട്രീസാസ് കോളേജിലെ ടെസ്സ ആയതുകൊണ്ട്, ഈ ക്യാമ്പസിൽ നിന്ന് വന്നൊരു കുട്ടി ആയതുകൊണ്ട് ഇതിനെ പിടിച്ച് ആങ്കർ ചെയ്യാനായിട്ട് വിടുന്നു. അങ്ങനെ ഒരു രീതിയിലല്ല ഞാൻ വന്നത്. TV-യിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു, ആങ്കേഴ്സ് വാണ്ടഡ് എന്ന്. അങ്ങനെ അത് കണ്ടു. ഞാൻ സ്ക്രീൻ ടെസ്റ്റിന് പോയി. സ്ക്രീൻ ടെസ്റ്റിൽ കണ്ടപ്പോൾ അവർക്ക് തോന്നി കാണണം ഞാൻ കൊള്ളാമെന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ കയറിയത്. അതുപോലെ തന്നെയാണ് രമ്യയും. ആങ്കേഴ്സ് വാണ്ടഡ് എന്നൊരു അഡ്വർടൈസ്മെൻറ്റ് വന്ന് രമ്യ അങ്ങനെയാണ് കയറിയത്. കലയുണ്ടെങ്കിൽ കലയെ ആൾക്കാർ അംഗീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ഥാനം കിട്ടിയിരിക്കും. അത് തീർച്ചയായിട്ടും ഉറപ്പുള്ള കാര്യമാണ്. പക്ഷേ അതിനൊരു അവസരം വേണം. അങ്ങനെ TV ചാനലുകൾ അങ്ങനെ ഒരുപാട് അവസരം കൊടുക്കുന്നുണ്ട്. ആ അവസരം കണ്ട് അറിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലും ഒരാൾക്ക് ആങ്കർ ആകാം. ഒരാൾക്കല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെങ്കിലും ആങ്കർ ആകാം. അപ്പോൾ ടെസ്റ്റ് ചേച്ചി പറഞ്ഞ കലയുള്ള എല്ലാവർക്കും ആർക്ക് വന്നാലും ഈ ഫീൽഡിൽ കയറാണ്. പക്ഷേ ഈ സെൻറ്റർ SSC പഠിക്കുന്നവർക്ക് മാത്രമേ ഈ കലയുള്ളൂ. ഈ സെൻറ്റർ SSC പഠിക്കുന്നവർ മാത്രമാണല്ലോ ഈ TV പ്രോഗ്രാമിലോട്ടും സിനിമാ ഫീൽഡിലോട്ടും ഒക്കെ കയറി വരുന്നത്. അഭിരാമി, ദിവ്യാവണി, രവി ചേച്ചി, ഹലോ ഒരു കാര്യം ചോദിച്ചത്, ഈ സെൻറ്റർ SSC പഠിക്കുന്നവർക്ക് മാത്രം ഈ ഫീൽഡിലോട്ട് വരാൻ എവിടുന്ന് ഈ ബൂസ്റ്റപ്പ് കിട്ടുന്നതാണ് ഞാൻ പറയാം. ഒന്നാമത് ഞങ്ങളുടെ കോളേജിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കോളേജിൻ്റെ പ്രിൻസിപ്പൽ വളരെയേറെ കലയെ പരിപോഷിപ്പിക്കും. മാത്രമല്ല തൊലിക്കട്ടി കുറച്ച് കൂടുതലുള്ള കോളേജ് തന്നെയാണ് സെൻറ്റ് ട്രീസാസ്, പറയാതിരിക്കാൻ പറ്റില്ല. അത് ഞങ്ങൾ പ്രൂവ് ചെയ്ത കാര്യം കൂടിയാണ്. സഹോദരൻ ആ പറഞ്ഞത് തെറ്റാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ പ്രോഗ്രാം അവതാരകരായി പഠിക്കുന്ന കോളേജ് ലോ അക്കാഡമി ആയിരുന്നു. അല്ല, വേറെ ജാടയ്ക്ക് വേണ്ടി പറയുന്നതല്ല. ഒരേ സമയം 5 അവതാരകർ 7 പേര് ഉണ്ടായിരുന്നു. അല്ല, പെൺകുട്ടികളും ഉണ്ടായിരുന്നു അവിടെ. ടീന, പിന്നെ വേറെ ഒന്നും എനിക്ക് അവരുടെ പെൺകുട്ടികളുടെ പേര് ഞാൻ ശ്രദ്ധിക്കാറില്ല. പിന്നെ വേറെ കുറെ പേര് അവിടെ പഠിച്ചിരുന്നു. അപ്പൊ സെന്റ് തെരേസാസിൽ മാത്രമുള്ളവർക്കല്ല. സാബുചേട്ടൻ പറഞ്ഞു വീണ് കിട്ടിയ അവസരമാണ് അവതരിപ്പിക്കാൻ കിട്ടുന്നതെന്ന് പറയുന്നു. പക്ഷേ വീണ് കിട്ടുന്ന അവസരം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. സാമ്പത്തികവും ബാക്കി എല്ലാ സാഹചര്യവും അനുവദിച്ചെങ്കിൽ മാത്രമേ ഇങ്ങനൊരു ഫീൽഡിലേക്ക് ചേട്ടൻ പറഞ്ഞു സാമ്പത്തികം അല്ല, അവിടെ ഒരു ചേട്ടൻ പറഞ്ഞു സാമ്പത്തികം ഇതിനൊരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് പറയാം ഒരുപാട് സാമ്പത്തികം ഉള്ളതും പിന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉള്ളതുമായ വ്യക്തികളുടെ മക്കൾക്കും ഞാനൊരു കാര്യം പറയാം. ഈ TV അവതാരകർ എല്ലാം കോടീശ്വരന്റെ പുത്രിയോ പുത്രനോ അല്ല. അങ്ങനെ അല്ലെങ്കിൽ തന്നെയും മീൻസ് താഴേക്കിടയിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അവതാരകനായി വരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വരും. കടമ്പകൾ കടക്കണം, അതിലാണ് വിജയം ഇരിക്കുന്നത്. പക്ഷേ അതിനുള്ള സാഹചര്യം ഭയങ്കരമായി പിന്നെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും
ഭയങ്കര പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും ഒക്കെയുള്ള ആളുകൾക്ക് മാത്രമേ ടി വിയിൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ അവസരം കിട്ടാറുള്ളൂ എന്നുള്ളത് അത് ഭയങ്കര തെറ്റാണ്. കാരണം ഞാൻ വളരെ സാധാരണക്കാരനായ വളരെ സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാളാണ്. അല്ല ഈ പറയുന്ന പോലെ ഇതെല്ലാം കടം വാങ്ങിച്ച സാധനങ്ങളാണ്. ഇതൊക്കെ ഇങ്ങനെ ടി വി വരുമ്പോൾ ഒരു ജാടയ്ക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടി വാടകയ്ക്ക് എടുത്തുകൊണ്ട് വരുന്നതാണ്. അല്ലാതെ ഈ അവതരിപ്പ് ബാക്കി കാണുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് എൻ്റെ അച്ഛൻ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടൊന്നും അല്ല എന്നെ സൂര്യ ടി വിയിൽ എടുത്തതും പ്രോഗ്രാം അവതരിപ്പിക്കാൻ വിളിച്ചത്.